call in 1948 from Chennai, you, the Maupilas of Kerala, you, the Maupilas of Malabar, you, the Maupilas of Wayanad, you took up this green flag of crescent and star and made it a part, a routine of your life. And you prospered. You prospered educationally. You prospered economically. You prospered spiritually. It is because of the visionary leadership of Indian Union Muslim League, the selfless and visionary leadership that Indian Union Muslim League provided to the people of Kerala, starting from Qaid-e-Qaum Abdur Rahman Bapa Ki Tangal Sahab, Sidi Sahab, Pokar Sahab, Uppi Sahab, Panakkad Pukoya Tangal Sahab, T.H. Muhammad Koya Sahab, Panakkad Muhammad Ali Shihab Tangal Sahab, and last but not the least, Mehboob-e-Millat Ibrahim Sulaiman Sheikh Sahab. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1948 മദ്രാസിൽ വെച്ച് മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരു വിളിയാളം മുഴക്കി. ആ വിളിയാളത്തെ നിങ്ങളുണ്ടല്ലോ, മലബാറിലെ മുസ്ലിങ്ങൾ ഏറ്റെടുത്തു, മലപ്പുറത്തെ മാപ്പിളമാർ ഏറ്റെടുത്തു. നിങ്ങൾ വയനാട്ടിലെ മാപ്പിള മക്കർ മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിലിന്റെ വിളിയാളത്തെ നെഞ്ചേറ്റിയപ്പോ നിങ്ങൾ എത്ര വലിയ അഭിവൃദ്ധിയിലേക്കാണ് പറന്നുപോയത്. മുസ്ലിം ലീഗിന്റെ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഈ പച്ചപ്പതാകയെ നെഞ്ചിൽ ചേർത്ത് വച്ചപ്പോ നിങ്ങൾക്ക് ആത്മീയമായ അഭ്യുന്നതയുണ്ടായി, വിദ്യാഭ്യാസമായ പ്രൗഢിയുണ്ടായി, സാമ്പത്തികമായ സുസ്ഥിരതയുണ്ടായി. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഘടനയുടെ ഈ സംഘാടക ശക്തി കൊണ്ട് ഖായിദ മില്ലത്തിൽ നിന്ന് ഈ പതാക ഏറ്റുവാങ്ങി മഹാനായ ബാഫഖി തങ്ങൾ, പിന്നെ CH, പിന്നെ പുകോയ തങ്ങൾ, പിന്നെ സിദി സാഹിബ്, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പിന്നെയോ മഹാനായ മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അഭിവൃദ്ധിയോടെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ കരുത്തിന്റെ വഴിധാരയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചു. And at the same time, the Muslims of rest of the country, including West Bengal, UP, Bihar, Karnataka, Gujarat, they said, we will take a via media. We will take a via media. We will join the so-called national mainstream and work with the secular parties available in the nation on that day. And after 65 years, when you look back after 65 years, what do you see? The Muslims are living in pain and agony and anguish. They have been relegated behind Dalits in this country, behind scheduled castes in this country, behind scheduled tribes in the country. I am not saying this. Sachar Commission report says this, and we will have to believe that. And they have been thrown into the ghettos of the country. They need an honorable existence. They have honor and dignity of life. Dignity of life and opportunity should be provided to them. Equal opportunity, which is guaranteed in the Indian Constitution for all, irrespective of the caste, creed, sex, color or religion. And it is our responsibility, the responsibility of the Indian Union Muslim League, to go to them, wipe the tears and give them the flag of crescent and moon, crescent and star, the flag of Indian Union Muslim League. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, അവർ ഈ പതാകയെ ഏറ്റെടുത്തില്ല. ഉത്തർപ്രദേശിലെ മുസൽമാൻ, ബീഹാറിലെ മുസൽമാൻ, കർണാടകയിലെ മുസൽമാൻ, ഈ രാജ്യത്തിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലെ മുസ്ലിം സഹോദരൻ എന്ത് സംഭവിച്ചു? രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അവർ അകറ്റപ്പെട്ടു. മാത്രവുമല്ല, എത്ര വലിയ പതിതോവസ്ഥയെ അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഈ രാജ്യത്തിലെ ദളിതുകൾ ജീവിക്കുന്നതിനേക്കാൾ, ഈ രാജ്യത്തിലെ പട്ടികജാതിക്കാർ ജീവിക്കുന്നതിനേക്കാൾ, ഈ രാജ്യത്തിലെ പട്ടികവർഗക്കാരും ആദിവാസി സമൂഹവും ജീവിക്കുന്ന
ചെയ്യുന്ന അധോഗതിയേക്കാൾ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ അധിവസിക്കുന്നു എന്ന് പറയുന്നത് ഞാനല്ല, ജസ്റ്റിസ് രജീന്ദർ സിംഗ് സച്ചാർ എന്ന ഈ രാജ്യത്തിന്റെ ഉന്നതനായ അഭിഭാഷകന്റെ കമ്മീഷനാണ്. അതുകൊണ്ട് സഹോദര, വിശ്വസിച്ചേക്കുക അവരുടെ പതിതോവസ്ഥയെ. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ പതാക നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഈ പതാകയിലെ നക്ഷത്രമുണ്ടല്ലോ, ഈ പതാകയിലെ താരമുണ്ടല്ലോ, ഈ താരാങ്കിതമായ നക്ഷത്രാങ്കിതമായ പതാകയുമായി ഈ രാജ്യത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഉമ്മത്തിന് നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ അന്തസ്സിനെ അവർക്ക് തിരിച്ചു കൊടുക്കുക. അവരുടെ കവിൾ തടങ്ങളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ നിങ്ങൾ ഈ പതാക കൊണ്ട് തുടക്കുക. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് കീഴിൽ അവരെ അഭിമാനമുള്ള ഉമ്മത്താക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര പണിയെടുക്കുക.